ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 314 മുതൽ 318 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇന്ന് 319 മുതൽ 323 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 319ാമത്തെ നാമമന്ത്രം രാമ. ഇവിടെ ഭഗവാൻ ശ്രീരാമന്റെ പേരല്ല ഇവിടെ. രാമ എന്നാൽ സ്ത്രീരൂപമായവൾ. എല്ലാ സ്ത്രീകളും ദേവിയുടെ അംശഭൂതങ്ങളാണെന്ന് പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ രാമ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. 320 രമണലംപട. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലംപട എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ ഉച്ചരിക്കേണ്ടതാണ്. ലംബട എന്ന് ഉച്ചരിക്കരുത്, ലംപട എന്നും ഉച്ചരിക്കരുത്. ലംപട. പമ്പ എന്നെഴുതുന്ന ആ ബായാണ് ഇവിടെ. തുമ്പി എന്നൊക്കെ എഴുതുന്ന ബ. അപ്പോൾ അതുകൊണ്ട് തന്നെ രമണ ലംപട എന്ന് നീട്ടിയിട്ട് ജപിക്കുക. രമണനിൽ ലംപടയായവൾ, അതായത് നേരത്തെ നമ്മൾ കണ്ടു അമ്മ രാമ സ്ത്രീരൂപമായവൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ നാമമന്ത്രത്തിന്റെ അർത്ഥം അതുപോലെ തന്നെ സ്ത്രീരൂപത്തിൽ അവരവരുടെ ഭർത്താക്കന്മാരുമായി രമിക്കുന്നതിൽ ലാലസയുള്ളവൾ, പതിവ്രത എന്നൊരർത്ഥം കൂടി ഇതിലൂടെ പറയാം. 321 കാമ്യ. ഒന്നുകൂടി ചൊല്ലാം. കാമ്യ. കാമിക്കത്തക്കവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം. ജ്ഞാനം കൊണ്ടോ യോഗസാധനകൾ കൊണ്ടോ പ്രാപിക്കപ്പെടാൻ യോഗ്യയായവൾ, അതാണ് ഇവിടെ കാമ്യ. 322ാമത്തെ നാമമന്ത്രം കാമകലാരൂപ. പദം പിരിക്കുമ്പോൾ രൂപ, കാമകലാരൂപ. ഇവിടെ രൂപ എന്നൊന്നും ജപിക്കരുത്, കാമകലാരൂപ എന്ന് തന്നെ വരണം. ഈ നാമമന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാമകല എന്താണ് എന്നൊക്കെ അറിയാൻ അതിന് യോഗ്യതയാവുമ്പോൾ അത് പഠിപ്പിച്ചു തരാനായിട്ട് അതിനുള്ള ഗുരുക്കന്മാർ നമ്മുടെ മുന്നിലേക്ക് എത്തട്ടെ. അതിനായി മഹാദേവി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കണ്ടു അമ്മയുടെ മുഖപങ്കജത്തെ വാഗ്ഭവകൂടമെന്നും കഴുത്തിന് താഴെ കടിപ്രദേശം വരെ മധ്യകൂടം എന്നും കടിപ്രദേശം തൊട്ട് പാതാരവിന്ദം വരെ ശക്തികൂടം എന്നും നമ്മൾ കണ്ടതാണ്. 89ാമത്തെ നാമമന്ത്രത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു അമ്മയുടെ, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് സ്ഥൂല ശരീരത്തെ കുറിച്ചിട്ടാണ്. പിന്നെ അമ്മയുടെ മൂലമന്ത്രമായ പഞ്ചദശാക്ഷരി മന്ത്രം, അതില് ആദ്യത്തെ 5 അക്ഷരങ്ങൾക്ക് വാഗ്ഭവകൂടം എന്നും പിന്നീടുള്ള 6 അക്ഷരങ്ങളെ മധ്യകൂടം എന്നും അവസാനത്തെ 4 അക്ഷരങ്ങളെ ശക്തികൂടം എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഈ 3 കൂടങ്ങളും ശരീരമായ ദേവിയുടെ, ഒന്ന് നമ്മൾ കണ്ടു അമ്മയുടെ സ്ഥൂല രൂപം, പിന്നീട് അമ്മയുടെ മന്ത്രമായ രൂപം, പിന്നെ അതുപോലെ പറയുന്നു അമ്മയുടെ സൂക്ഷ്മതരമായ രൂപമാണ് കാമകലാരൂപം എന്ന് പറയുന്നു. കാമ എന്നത് ശിവനെയും കല എന്നത് ശക്തിയെയും കുറിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കാമകല എന്നത് ശിവശക്തിക്ക് രൂപിണി എന്നും ആചാര്യന്മാർ വർണ്ണിച്ചിട്ടുണ്ട്. അടുത്ത നാമമന്ത്രം നോക്കാം. 323 കദംബ കുസുമപ്രിയ. കടമ്പിൻ പൂക്കള്, കദംബം കടമ്പം രണ്ടും ഒന്ന് തന്നെയാണ്. കടമ്പിന്റെ പൂക്കളെ ഇഷ്ടമുള്ളവൾ, അതാണ് ഇവിടെ കദംബ കുസുമപ്രിയ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കദംബമാണ്. കദംബം എന്ന് ഉച്ചരിക്കരുത്, വെറും കദംബം എന്ന് മാത്രമേ ഉള്ളൂ. തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ് അവിടെ. കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് കദംബ കുസുമപ്രിയയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവി നമഃ.